ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽസ് ഹീലിംഗ് ഡയറക്ട്സ്. നിങ്ങൾക്ക് ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നിങ്ങളുടെ സന്ദേശം എന്താണ് എന്ന് നോക്കാം. സോ 2 കാർഡ്സാണ് വന്നിരിക്കുന്നത്, ബാലൻസ് ആൻഡ് പോസിബിലിറ്റി. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസരമാണ്, നിങ്ങൾക്ക് സാധ്യതകൾ നിങ്ങളെ തേടി വന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം സെൽഫ് എക്സ്പ്രഷനാണ്. നിങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം ഇവിടെ ലൈഫിലൊരു ബാലൻസ് ഇല്ലായ്മ നിങ്ങളുടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ തോട്ട്സ് എന്താണ്, നിങ്ങളുടെ ചിന്തകൾ എന്താണ് എന്നുള്ളത്, എന്ത് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ, എനിത്തിങ് എൽസ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു എനർജി എന്ന് പറയുന്നത് ജസ്റ്റിസ് എനർജിയാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളോട് സത്യസന്ധത പുലർത്തുക. അതായത് നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് വളരെ വ്യക്തതയോട് കൂടിയിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ എക്സ്പ്രഷൻസ്, നമ്മുടെ ചിന്തകൾ, ഫീലിങ്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ജീവിതം കുറച്ചുകൂടി എഫേർട്ട്ലെസ് ആയിട്ട് മാറും. അതായത് ചില സമയങ്ങളിൽ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ടാവും കാര്യങ്ങൾ നമ്മളിൽ തന്നെ വയ്ക്കുക, അതായത് തുറന്നു പറയാതിരിക്കുക, മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക. അവരെ ചിലപ്പോൾ നമ്മൾ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ നമുക്കത് റിസ്ക് ആയിരിക്കും. റിജക്ഷൻ, ചിലപ്പോൾ പ്രണയം തുറന്നു പറയുമ്പോൾ റിജക്ഷൻ ആയിരിക്കും, എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് സംഭവിക്കാം. സോ ഇത് ലൈഫിൽ ഇംബാലൻസ്, സോ അതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അത് ലൈഫിൽ ബ്ലോക്സോ ഇംബാലൻസോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് ദർ ഇസ് എ പോസിബിലിറ്റി നമ്മളുടെ ഫീലിങ്സ് വേർത്തി അല്ല എന്നുള്ളൊരു തോന്നൽ, വി ആർ നോട്ട് ഗുഡ് ഇനഫ്, നമ്മളുടെ ഫീലിങ്സ് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാം. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ടാവാം, റിജക്റ്റഡ് ആവും, അല്ലെങ്കിൽ നമ്മളത് തുറന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കും എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഫീലിംഗ്, അത് നിങ്ങളുടെ മനസ്സിൽ കല്ല് വെച്ച പോലെയാണ്. അപ്പോൾ അത് പുറത്തേക്ക് പറയണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ശരിയായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് തന്നെ ചോദിക്കുക. ഈ ഒരു സമയം എന്ന് പറയുന്നത് പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്, നിങ്ങളെ ആദ്യം വയ്ക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ എന്ത് പറയും, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ ആലോചിച്ചിരിക്കുമ്പോൾ നിങ്ങളൊരു ഡിപ്രസീവ് സ്റ്റേജിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുക. ലെറ്റ് ഗോ ഓഫ് ദി സ്റ്റാഗ്നൻറ്റ് എനർജി. ഇതൊരു സ്റ്റാഗ്നൻറ്റ് എനർജിയാണ്. കണക്ട് ഡീപ്ലി, കണക്ട് വിത്ത് യുവർ സെൽഫ് എന്നുള്ളതാണ് ഇവിടെ. നിങ്ങളുടെ ഫീലിങ്സ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ, നിങ്ങളെ തന്നെ ഓണർ ചെയ്യാൻ ശ്രമിക്കുക. ഇറ്റ് ഈസ് ടൈം ടു സ്പീക്ക് അപ്പ്. തുറന്ന് സംസാരിക്കേണ്ടുന്ന ഒരു സമയമാണ്. എന്താണ് പറയേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും തുറന്ന് പറയുക. വിത്ത് ലവ്, അതായത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ മെസ്സേജ്. താങ്ക് യു ഫോർ വാച്ചിങ്.